إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വസിക്കണം. സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിതം ചിട്ടപ്പെടുത്തുന്നത് എന്ന് എന്നോടൊന്നും പോലെ എല്ലാ ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ആജ്ഞകളുമെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ച് നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒട്ടേറെ സന്ദേശങ്ങളും ഗുണപാഠങ്ങളും വിശ്വാസികൾക്ക് നൽകുന്ന ശ്രദ്ധേയമായ പോരാട്ടമാണ് ബദർ യുദ്ധം എന്നത്. ആ ബദറിനെ കുറിച്ച് സമൂഹത്തിൽ പല രീതിയിലുള്ള പ്രചാരണങ്ങളും അഭിപ്രായങ്ങളും എല്ലാം വെച്ചു പുലർത്തുന്ന ആളുകളുണ്ട്. തീവ്രതയും അമിതമായ ആവേശമുള്ള ശൈലി സ്വീകരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കി ബദറിനെ തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുന്ന ആളുകൾ,
അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കൽ, ഇങ്ങനെ തുടങ്ങിയ എല്ലാം ഇന്ന് ബദറുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ എന്ന നിലക്ക് ബദറിനെ കുറിച്ച് നല്ല രീതിയിലുള്ള തിരിച്ചറിവും സമൂഹത്തെ ആ തെറ്റിദ്ധാരണകളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്നെല്ലാം തിരുത്തുക എന്നത് അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളിൽ നിന്ന് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുമായ പ്രമാണങ്ങൾ ബദറിനെ എങ്ങനെയാണ് വിശദീകരിച്ചത്, എങ്ങനെയാണ് പഠിപ്പിച്ചു തന്നത്, അതുപോലെ വിശ്വസിക്കുക എന്നത് ബാധ്യതയാണ്. അതിന് നമുക്ക് പ്രമാണങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ബദർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രമാണങ്ങൾ ബദറിനെ പരിചയപ്പെടുത്തുന്നത് വലിയ പ്രാധാന്യമുള്ള പ്രത്യേകതയുള്ള സംഭവമായിട്ടാണ്. ബദറിന് ധാരാളം പ്രത്യേകതകൾ വിവരിക്കുന്നതായി കാണാൻ സാധിക്കും. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, ബദർ എന്നത് വലിയ ദൃഷ്ടാന്തവും വിശ്വാസികൾക്ക് ഗുണപാഠവുമാണ് എന്നതാണ്. കണ്ണുള്ള ഏതൊരാൾക്കും വലിയ ദൃഷ്ടാന്തങ്ങൾ ഈ മഹത്തായ യുദ്ധത്തിൽ അതിന്റെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ആ കാര്യം വിവരിച്ചതായി കാണാം. قد كان لكم آية في فئتين التقتا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار. ബദറിൽ ഏറ്റുമുട്ടിയ ആ രണ്ട് വിഭാഗങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമുണ്ട്. ഒരു വിഭാഗം അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു, മറ്റൊരു വിഭാഗമാകട്ടെ അവർ സത്യനിഷേധികളും അവിശ്വാസികളുമാണ്. അവർ അവരുടെ തങ്ങളുടെ ദൃഷ്ടിയിൽ വിശ്വാസികൾ തങ്ങളുടെ ഇരട്ടിയാണ് എന്ന് അവർക്ക് തോന്നിയിരുന്നു. ശത്രുക്കൾ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോയ ഇസ്ലാമിക സൈന്യം, വിശ്വാസികൾ അവരെക്കാളും 3 ഇരട്ടി വരുന്നതാണ്. എന്നിട്ടും ശത്രുക്കൾക്ക് അവരുടെ കാഴ്ചപ്പാടിൽ വിശ്വാസികളായ ആളുകളെ അല്ലാഹു അവരുടെ കണ്ണിൽ, അവരുടെ കാഴ്ചയിൽ ഇരട്ടിയായി തോന്നിപ്പിച്ചു എന്നതാണ്. അങ്ങനെ അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവന്റെ സഹായം കൊണ്ട് പിൻബലം നൽകുന്നതാണ് എന്നാണ് അല്ലാഹു ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. തീർച്ചയായും കണ്ണുള്ളവർക്ക് ഇതിൽ വലിയ ഗുണപാഠമുണ്ട്, വലിയ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതായി കാണാം, ദലാലത്തുൻ അലാ അന്ന അല്ലാഹ മുഇസ്സു ദീനഹു, അല്ലാഹു അവന്റെ ദീനിനെ പ്രതാപമുള്ളതാക്കുവാനും വനാസിറുൻ റസൂലുഹു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുന്നവനും അല്ലാഹുവിന്റെ കലിമത്തിനെ തൗഹീദിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ ഉയർത്തുന്നവനും അവന്റെ കൽപ്പന വേഗത്തിലാക്കുന്നവനും ആണെന്നതിനുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്, തെളിവാണ് ബദർ യുദ്ധം എന്നതാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിച്ചതായി കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് തുച്ഛമായ ആളുകൾ, നാമമാത്രമായ ആയുധങ്ങളുള്ള കേവലം 300-ൽ പരം ആളുകളാണ്. ആ 300-ൽ പരം ആളുകൾ അവരുടെ 3 ഇരട്ടിയുള്ള സർവ്വവിധ സന്നാഹങ്ങളോടെയുള്ള സൈന്യത്തെ തോൽപ്പിച്ചു എന്നത് മഹത്തായ ദൃഷ്ടാന്തമല്ലാതെ മറ്റെന്താണ്? വിശ്വാസം മുറുകെ പിടിച്ച് മുന്നിട്ടിറങ്ങുന്ന ആളുകൾക്ക് അന്തിമമായ വിജയം ലഭിക്കുമെന്ന വലിയ പാഠമാണ് മറ്റനേകം ഗുണപാഠങ്ങളും ഈ മഹത്തായ യുദ്ധത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമതായി നാം മനസ്സിലാക്കണം, വിശ്വാസികൾക്ക് ഉറപ്പും ഉൾക്കാഴ്ചയും അധികരിപ്പിച്ചു എന്നതാണ്. അള്ളാഹു നിശ്ചയിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നന്മയാണ് എന്നും ആ കാര്യങ്ങൾ അനുസരിക്കുമ്പോൾ വലിയ വിജയം ലഭിക്കുമെന്ന തിരിച്ചറിവും അള്ളാഹു വിശ്വാസികളെ കൈവിടുകയില്ല എന്ന ഉറപ്പുമാണ് സ്വഹാബികൾക്ക് ലഭിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായി, നമ്മെ പഠിപ്പിക്കുന്നതായി കാണാം. ഇദ് അൻതും ബിൽ ഉദുവത്തി ദുനിയ വഹും ബിൽ ഉദുവത്തി ഖുസ്വ. നിങ്ങൾ തായ്വരയിൽ മദീനയോട് അടുത്ത ഭാഗത്തും അവർ അകന്ന ഭാഗത്തും സാർത്ഥവാഹക സംഘം നിങ്ങളെക്കാൾ താഴെയുമായിരുന്ന സന്ദർഭം നിങ്ങൾ ഓർക്കുക. ആ സന്ദർഭത്തിൽ അന്യോന്യം പോരിന് വേണ്ടി നിശ്ചയിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ആ നിശ്ചയം നിറവേറ്റുന്നതിൽ ഭിന്നിക്കുമായിരുന്നു. പക്ഷേ ഉണ്ടാകേണ്ട ഒരു കാര്യം അല്ലാഹു നിർവഹിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അതായത് നശിപ്പിച്ചവർ വ്യക്തമായ തെളിവ് കണ്ടുകൊണ്ട് നശിക്കാനും ജീവിച്ചിരിക്കുന്ന ആളുകൾ വ്യക്തമായ തെളിവ് കണ്ട് ജീവിക്കുവാനും വേണ്ടിയാണ് ആ ബദർ യുദ്ധം നടന്നത് എന്ന് പറഞ്ഞാൽ സത്യനിഷേധികളായ ആളുകൾ അവർ മരിച്ചു പോകുമ്പോൾ ആ അല്ലാഹുവിന്റെ ആ ദൃഷ്ടാന്തം തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് സത്യമാണ്, അത് മാത്രമാണ് ഹഖ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അല്ലാഹു നിശ്ചയിച്ച പ്രകാരം തന്നെ ആ യുദ്ധം നടന്നത്. ജീവിച്ചിരിക്കുന്ന മരിക്കാത്ത ശത്രുക്കളായ ആളുകൾ അവർക്ക് ഹഖ് മനസ്സിലാക്കാൻ, അത് വ്യക്തമായി മനസ്സിലാക്കാൻ തെളിവ് ഇത് തന്നെയാണ് സത്യം, സത്യം വിജയിച്ചിരിക്കുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ കൽപ്പന മുറുകെ പിടിക്കുന്നവരെ അല്ലാഹു ഒരിക്കലും കൈവെടിയുകയില്ല എന്ന ഉറപ്പാണ് വിശ്വാസികൾക്ക് ഈ വചനങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അതാണ് അല്ലാഹു ഈ ആയത്തിലൂടെ നമുക്ക് നൽകുന്ന പാഠം. അല്ലാഹുവിന്റെ കൽപ്പനകളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരാണെങ്കിൽ ഏത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പെട്ടാലും അവിടെയെല്ലാം റബ്ബ് ഒരു പോംവഴി കാണിച്ചു തരും. റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകും, റബ്ബിന്റെ സഹായം നമുക്കുണ്ടാകുമെന്ന അചഞ്ചലമായ വിശ്വാസം, അതാണ് ഇതിലൂടെ റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമതായി വിശ്വാസവും അവിശ്വാസവും ശരിയും തെറ്റും വേർതിരിക്കപ്പെട്ടു എന്നതാണ്. സത്യാസത്യ വിവേചനം എന്നാണ് ബദറിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. യൗമുൽ ഫുർഖാൻ എന്നാണ് അല്ലാഹു ബദർ യുദ്ധത്തിന്, ആ യുദ്ധ ദിനത്തെ വിശേഷിപ്പിച്ചതായി പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. സത്യാസത്യ വിവേചനം മാത്രമല്ല
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വീണ്ടും പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അല്ലാഹുവിന്റെ വിശ്വസിക്കുന്ന ആളുകൾ, ആ വിശ്വസിക്കുന്ന ആളുകൾ അവർക്ക് മാത്രമാണ് വിജയം. ആ വിജയത്തെയും കുഫ്റിനെയും നിഷേധത്തെയും അല്ലാഹു രണ്ടാക്കി തന്നെ വേർതിരിച്ച് വ്യക്തമാക്കി കാണിച്ചു തന്നു എന്നതാണ്. വിശ്വാസികളാണ് സത്യമെന്നും വീമ്പെടുക്കിയിരുന്ന ആളുകൾ, മുശ്രിക്കുകളായ ആളുകൾ അവർ അസത്യമാണ് എന്നും ഈ യുദ്ധം തെളിയിച്ചു എന്നത് നാം മനസ്സിലാക്കണം. അല്ലാഹുവിനെ ആരാധിച്ച് അവനെ അനുസരിച്ച് ജീവിക്കുന്നത് അത് തന്നെയാണ് യഥാർത്ഥ സത്യമെന്ന് അല്ലാഹു കാലാകാലഘട്ടത്തിലുള്ള ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഇതിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു എന്നതാണ്. നാലാമതായി അല്ലാഹുവിന്റെ വാഗ്ദാനം, ആ വാഗ്ദാനം പുലരുന്നു എന്നതാണ്. ഒരു കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി, അതിനുവേണ്ടി മാത്രം പുറപ്പെട്ട ഒരു കൊച്ചു സംഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകനിൽ വിശ്വസിച്ച സ്വഹാബത്തും പ്രവാചകന്റെ അനുചരന്മാരും അവർ മുസ്ലിങ്ങളായി എന്ന ഒറ്റ കാരണത്താൽ ജനിച്ചു കളിച്ചു വളർന്ന നാട്ടിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് സമ്പത്തും കുടുംബത്തെയും അവരുടെ കയ്യിലുള്ള മുഴുവൻ വസ്തുക്കളെയും ജനിച്ചു വളർന്ന നാട്ടിൽ മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ ഹിജ്റ പോകുന്നത്, മദീനയിലേക്ക് പോകുന്നത്, അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി. അങ്ങനെ ആ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ആ സമയത്ത് കാലങ്ങൾ അങ്ങനെ കടന്നുപോയി. അവിടെയും അവര് സ്വൈര ജീവിതം നയിക്കാൻ അനുവദിക്കുകയില്ല എന്ന മക്കയിലെ ഖുറൈശികളായ മുശ്രിക്കുകളായ ആളുകൾ തീരുമാനിക്കുകയാണ്. ആ തീരുമാനിക്കുകയും എന്നിട്ട് അവർ മുസ്ലിങ്ങളായ ആളുകൾ, സ്വഹാബികൾ മക്കയിൽ ഉപേക്ഷിച്ചു പോയ സമ്പത്ത്, ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അബൂ സുഫിയാനിന്റെ കൂടെ സിറിയയിലേക്ക്, ഷാമിലേക്ക് കച്ചവട സംഘം പുറപ്പെടുകയാണ്. വലിയ സമ്പത്തുണ്ടാക്കണം. ആ സമ്പത്തുണ്ടാക്കിയിട്ടുണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം കൊണ്ട് മുസ്ലിങ്ങളെ ആക്രമിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ആരുടെ സമ്പത്താണ്? മക്കയിൽ ഉപേക്ഷിച്ചു പോയ മുസ്ലിങ്ങളുടെ സമ്പത്ത് ഉപയോഗിച്ചാണ് കച്ചവടം ചെയ്യാൻ പോകുന്നത്. ഇതറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സുഫിയാനെയും സംഘത്തെയും തടയണം, ഇല്ലെങ്കിൽ ആ കച്ചവടത്തിന് ലഭിക്കുന്ന ലാഭങ്ങൾ ഉപയോഗിച്ച് വലിയ രീതിയിൽ ആയുധ സേവന സമ്പാദിച്ചു മുസ്ലിങ്ങൾക്ക് അവർ അക്രമം അയച്ചുവിടും, മുസ്ലിങ്ങൾ ലോകത്ത് നിന്ന് നാം ആവശ്യമാകും എന്ന പ്രവാചകന്റെ തിരിച്ചറിവ് പ്രവാചകൻ ആ സംഘത്തെ തടയാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ വഴിയിലെത്തുന്നതിന് മുമ്പ് തന്നെ അവർ സിറിയയിലേക്ക് പുറപ്പെട്ടിരുന്നു. എന്നാൽ പ്രവാചകൻ തീരുമാനിച്ചു തിരിച്ചു വരുമ്പോൾ അവരെ തടയാൻ. തിരിച്ചു വരുന്ന സമയത്ത് ഈ വിവരം അബൂ സുഫിയാൻ അറിയുകയാണ്. അബൂ സുഫിയാൻ മക്കയിലേക്ക് ആളെ വിട്ടു. ഇങ്ങനെ പ്രവാചകന്റെ കൂടെ കുറച്ചാളുകളും കച്ചവട സംഘത്തെ തടയാൻ വരുന്നുണ്ട് എന്ന വിവരം ദൂതനെ വിട്ട് മക്കയിലേക്ക് ഖുറൈശികളുടെ നേതാക്കന്മാരിലേക്ക് പറഞ്ഞയക്കുകയാണ്. അവിടെ നിന്നാണ് അബൂ ജഹൽ വലിയ സംഘവുമായി പുറപ്പെടുകയാണ് അബൂ സുഫിയാനെ രക്ഷപ്പെടുത്താൻ, അതോടൊപ്പം പ്രവാചകരെയും മുസ്ലിങ്ങളെയും ആക്രമിക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും യുദ്ധം ആഗ്രഹിച്ചു പോയതല്ല, ആ കച്ചവട സംഘത്തെ ഒന്ന് തടയുക എന്ന് മാത്രമായ ഉദ്ദേശത്തോടെ കൂടി പോയതാണ്. എന്നാൽ നടന്നത്, പിന്നീട് അങ്ങോട്ട് നടന്നത് വലിയ ചരിത്രമാണ്. ആ കച്ചവട സംഘം അവർ രക്ഷപ്പെട്ടു പോവുകയും അബൂ സുഫിയാൻ അബൂ ജഹലിന്റെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ചു, ഞങ്ങൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്, പോന്നിട്ടുണ്ട്, നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നിന്ന് പല ഖുറൈശി നേതാക്കന്മാരും ആളുകൾ പിന്തിരിഞ്ഞു പോയപ്പോഴും അബൂ ജഹലിന്റെ കൂടെ വന്ന വലിയ സംഘം ഇല്ല,
ഞങ്ങൾ മുഹമ്മദിനെ ആക്രമിച്ചുകൊണ്ടല്ലാതെ മുഹമ്മദിനെയും സംഘത്തെയും ഇല്ലാതാക്കിയതല്ലാതെ തിരിച്ചു പോരുകയില്ല എന്ന് പറഞ്ഞ് അവർ ഇങ്ങോട്ട് ബദറിലേക്ക് വരികയാണ്. ഇതാണ് ബദറിന്റെ ഒരു പശ്ചാത്തലം. അങ്ങനെ ആ ഒരു കൊച്ചു സംഘത്തെ വലിയൊരു സൈന്യത്തെ നേരിടാൻ ഒരുങ്ങേണ്ടി വന്നപ്പോൾ ഭയപ്പെട്ടിരുന്ന സ്വഹാബികൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ അല്ലാഹു കൂടെയുണ്ട്, അവൻ വിജയം നൽകും, ശത്രുക്കൾ ഭയന്നോടുമെന്ന അല്ലാഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വാഗ്ദാനം അവരെ മുന്നോട്ട് നയിച്ചത് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞതായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സയുദ്ദുൽ ജംഉ വയുവല്ലുന ദുബുറ. എന്നാൽ വഴിയെ ആ സംഘം തോൽപ്പിക്കപ്പെടുന്നതാണ്, അവർ ഓടുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും നൽകിയ വാഗ്ദാനമാണ്. ഇഹലോകത്ത് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആ ആളുകൾക്ക് പരലോകത്ത് വലിയ നേട്ടങ്ങൾ ലഭിക്കുമെന്ന അല്ലാഹുവിന്റെ വാഗ്ദാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ലംഘിക്കുകയില്ല എന്നത് അത് ഉൾക്കൊണ്ടുകൊണ്ട് ധാരാളമായി നന്മകൾ പതിവാക്കിയ ആളുകൾ നന്മകൾ പതിവാക്കുകയും ജീവിതത്തിലേക്ക് വരുന്ന തിന്മകൾ ഒഴിവാക്കി ജീവിതം ധന്യമാക്കിയ ആളുകളാണ്. അങ്ങനെ ജീവിതം ധന്യമാക്കാൻ വിശ്വാസികൾ തയ്യാറായി കഴിഞ്ഞാൽ അവർക്ക് ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണം റബ്ബ് നമ്മളറിയാത്ത വഴിയിലൂടെ നൽകുമെന്നതാണ്. അതാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് നൽകുന്ന പ്രേരണ അതാണ്. അതേപോലെ സഹായം എന്നത് വിശ്വാസികൾക്ക് മാത്രം എന്ന തിരിച്ചറിവ് ലഭിച്ച ദിവസമാണ് ബദർ ദിനം. ബദറിൽ വലിയ സഹായങ്ങളാണ് മുസ്ലിങ്ങൾക്ക് ലഭിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾ ദുർബലനായിരിക്കെ ബദറിൽ വെച്ച് അല്ലാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്, അതിനാൽ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കാം എന്നാണ്. ദുർബലനായ സമയത്ത് ശത്രുക്കളെ നോക്കുമ്പോൾ മുസ്ലിങ്ങളെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. 700 ഒട്ടകങ്ങളും 2 കുതിരകളും, മറുപക്ഷത്താണെങ്കിൽ 700 ഒട്ടകമാണ്. മുസ്ലിം വശത്ത് 70 ഒട്ടകം, ഒട്ടിയ വാളുകൾ, ഭക്ഷണം കഴിക്കാനില്ല, ഒട്ടിയ വയറിന്റെ ആളുകൾ, ഒരു ചെരുപ്പ് പോലും ധരിക്കാനില്ലാത്ത ആളുകൾ. ശത്രുപക്ഷത്താണെങ്കിലോ അവർ വിജയം ഉറപ്പിച്ച് ആഘോഷത്തോടെയോടുകൂടെ സംഗീതത്തിന്റെ നർത്തകിമാരുടെ ഡാൻസും പാട്ടുമായി കൂത്താടുന്ന സദസ്സായിരുന്നു അവരുടെ സദസ്സ്. അങ്ങനെ എല്ലാ നിലക്കും അവർ വിജയിക്കുമെന്ന് ഉറപ്പിച്ച സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ ദുർബലരാണെങ്കിലും നിങ്ങളെ ഞാൻ സഹായിക്കും എന്ന അല്ലാഹുവിന്റെ വാഗ്ദാനം. അങ്ങനെ നിന്യരായി പോകുന്ന ഒരു ചെറു സംഘത്തെ, നിന്യരായി പോകാമായിരുന്ന ഒരു സംഘം, തുടച്ചു നിൽക്കാൻ മാത്രം ബലമില്ലാത്തൊരു സംഘം, അങ്ങനെ എല്ലാ അല്ലാഹു ആ സംഘത്തെ സഹായിക്കാനുണ്ടായ കാരണം അവർ വിശ്വാസികളാണ് എന്നത് മാത്രമാണ്. തങ്ങളെക്കാൾ 3 ഇരട്ടിയുള്ള സൈന്യത്തെ തകർക്കാൻ അല്ലാഹുവിൽ നിന്ന് ബദറിൽ ലഭിച്ച സഹായങ്ങൾ ഖുർആൻ പരിചയപ്പെടുത്തുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പിടി മണ്ണെടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളുടെ നേരെ എറിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം പ്രവാചകൻ മണൽ വാരി എറിയാണ് ശത്രുക്കളുടെ മേൽ. 1000-ഓളം വരുന്ന മുഴുവൻ ശത്രുക്കളുടെയും കണ്ണിൽ ആ മണൽ തരികൾ പതിച്ചു എന്നാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, വമാ റമൈത ഇദ് റമൈത വലാകിന്ന അല്ലാഹ റമ.
നബിയെ, താങ്കളല്ല എറിഞ്ഞത്, ഞാനാണ് എറിഞ്ഞത് എന്നാണ്. അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം പ്രവാചകൻ എറിഞ്ഞപ്പോ മുഴുവൻ ശത്രുക്കളുടെ കണ്ണുകൾ മൂടിപ്പോകുമാറും അള്ളാഹു അവരെ സഹായിച്ചു. വിശ്വാസികൾക്ക് ആശ്വാസത്തിന്റെ ചെറിയ മയക്കമുണ്ടായി. അന്ന് രാത്രി പേടിച്ചു നിൽക്കുന്ന മനസ്സിന്റെ ആളുകൾ ഭയപ്പെട്ട് നിൽക്കുന്ന സമയം അവർ ഉറങ്ങിപ്പോയി. അള്ളാഹു അവരെ ഉറക്കി രാത്രി. മാത്രമല്ല, അവരുടെ മനസ്സിന് ശാന്തി ഉണ്ടാകുന്ന കുളിർമ നൽകുന്ന രീതിയിലുള്ള ചെറിയ ചാറ്റൽ മഴ അവർക്ക് ലഭിച്ചു. അത് മുഖേന അവർക്ക് കുടിക്കുവാനുള്ള വെള്ളവും ലഭിച്ചു. അങ്ങനെ അവർ ആ ചെറിയ മഴക്കെട്ടിൽ നിന്ന് എഴുന്നേറ്റപ്പോ അവരുടെ ഭയം, അവരുടെ മനസ്സിൽ തിങ്ങി നിറഞ്ഞ ഭയം നീങ്ങിപ്പോയി എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി അല്ലാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. ഇത് യുഗശീകുമുൻ നുഹാസ അമനതൻ മിൻഹു വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാഅൻ ലിയുതഹിറകും ബിഹി വയുദ്ഹിബ അൻകും റിജ്സ الشيطان وليربط على قلوبكم ويثبت به الأقدام. അല്ലാഹു അവന്റെ പക്കൽ നിന്നുള്ള മനഃശാന്തിയുമായി നിങ്ങളെ നിദ്രാമയക്കം കൊണ്ട് ആവരണം ചെയ്ത സന്ദർഭം ഓർക്കുക. അത് അല്ലാഹു അവരെ സഹായിച്ചതാണ്. മാത്രമല്ല, നിങ്ങളെ ശുദ്ധീകരിക്കുന്നതിനും നിങ്ങളിൽ നിന്ന് പിശാചിന്റെ ദുർബോധനം, എന്താണ് പിശാചിന്റെ ദുർബോധനം? മനസ്സിൽ ഭയം ഇട്ട് കൊടുക്കുക, പേടിപ്പിക്കുക. നിങ്ങൾ തോറ്റോടും, നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുകയില്ല, നിങ്ങൾ വധിക്കപ്പെടുമെന്ന ആ ഒരു ഭയം അവർക്ക് ഇട്ടുകൊടുക്കുക. ആ ദുർബോധനം അത് നീക്കിക്കളയുന്നതിന് വേണ്ടി, നിങ്ങളുടെ മനസ്സുകൾക്ക് കെട്ടുറപ്പ് നൽകുന്നതിനും നിങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി അവൻ നിങ്ങളുടെ മേൽ ആകാശത്തു നിന്നും മഴ ചൊരിഞ്ഞതും നിങ്ങൾ ആ സന്ദർഭവും നിങ്ങൾ ഓർക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്ന് ഭയം നീങ്ങിപ്പോയി എന്ന് മാത്രമല്ല, ശത്രുക്കളുടെ ഹൃദയത്തിൽ ഭയം നിറഞ്ഞു എന്നതാണ്. സത്യനിഷേധികളുടെ മനസ്സുകളിൽ ഞാൻ ഭയം ഇട്ടുകൊടുക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകിയ വാഗ്ദാനം. വിശ്വാസികളെക്കാളും വിജയിയുണ്ടായിരുന്ന ശത്രുക്കൾ അവർ അതുവരെ ആഘോഷപൂർവ്വം വിജയിക്കുമെന്ന് ഉറപ്പിച്ചപ്പോൾ അവരുടെ മനസ്സിലേക്ക് അല്ലാഹു ഭയം മെല്ലെ ഭയം ഇട്ട് കൊടുക്കുകയാണ്. മാത്രമല്ല, ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുകയാണ്, ഇദ് തസ്തഈദൂന റബ്ബകും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായം തേടിയ സന്ദർഭം നിങ്ങൾ ഓർക്കണം. അല്ലാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായി മനമുരുകി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിലുണ്ടായിരുന്ന മുണ്ട് താഴെ വീഴുന്നത് വരെ പ്രവാചകൻ അല്ലാഹുവിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. അങ്ങനെ അല്ലാഹുവിനോട് സഹായം തേടിയ സന്ദർഭം നിങ്ങൾ ഓർക്കുക. ആ സഹായത്തിന് അല്ലാഹുവിന്റെ സഹായം എന്താണ്? സഹായം ചോദിച്ചപ്പോൾ അല്ലാഹു സഹായം നൽകി. അപ്പൊ ആരോടാണ് സഹായം തേടേണ്ടത്? അല്ലാഹുവിനോട് മാത്രമാണ്. അല്ലാഹു അല്ലാത്ത ഒരു സൃഷ്ടിയോടും കാര്യകാരണ ബന്ധത്തിന് അതീതമായി ഒരു സഹായം ചോദിക്കാൻ പാടില്ല. അല്ലാഹു മാത്രമാണ് ഇബാദത്തിനർഹൻ, പ്രാർത്ഥനകൾക്കർഹൻ. അവൻ മാത്രമാണ് സഹായം ചോദിച്ചാൽ സഹായം നൽകുന്നവൻ. എന്നിട്ട് അല്ലാഹു അവരെ സഹായിച്ചു. തുടരെയായി 1000 മലക്കുകളെ അയച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സഹായം നൽകുന്നതാണ് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു. അപ്പോൾ അവർ ആ മലക്കുകളെ അല്ലാഹു ഇറക്കിയപ്പോൾ പിന്നെ സംഭവിച്ചത് ശത്രുക്കളുടെ തലകൾ ശിരസിങ്ങനെ അരിഞ്ഞു വീഴുന്നതാണ്. ആരാണ് വാളെടുത്ത് വെട്ടുന്നതെന്ന് കാണുന്നില്ല. പക്ഷേ ശത്രുക്കൾ ഓരോന്നായി വിലംപരിശമാകുന്നതാണ് പിന്നീട് കാണാൻ സാധിക്കുന്നത്. ഈ സഹായങ്ങൾ അത് കിട്ടിയതിന്റെ കാരണം നിഷ്കളങ്കമായ
ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ടും ദൃഢമായ തവക്കുലുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥന മാത്രമാണ് ജീവിതത്തിന്റെ ആയുധം. ഏത് പ്രതിസന്ധിയുടെ കടന്നു പോകുന്നുണ്ടോ ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാകുന്നതാണ്. അതോടൊപ്പം സൂക്ഷ്മത, തഖ്വ ഉണ്ടാകും. ദൃഢമായ തവക്കുൽ, വരമേൽപ്പിക്കൽ, എല്ലാം അല്ലാഹുവിനെ ഏൽപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ സഹായം, ആ സഹായം അല്ലാഹുവിനെ വരമേൽപ്പിച്ച മുഴുവൻ ആളുകൾക്കും സഹായം ലഭിക്കുമെന്നതാണ്. മാത്രമല്ല, ബദറിൽ ഇറങ്ങുന്നതിന് മുമ്പ് അല്ലാഹു റസൂൽ അന്നത്തെ രാത്രി പ്രവാചകന്റെ തോളിലെ തോർത്ത് വീഴുമാറും ഇരു കൈകളും ആകാശത്തെ ഉയർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന. ആ പ്രാർത്ഥന ഹദീസിൽ കാണാം, അല്ലാഹുമ്മ അല്ലാഹുമ്മ അൻജിദ് ലി മാ വഅദ്തനി, അല്ലാഹുമ്മ ആതി മാ വഅദ്തനി, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹി ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാമി ലാ യുഅബദു ഫിൽ അർദ്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന രണ്ടാം പ്രവാചകന്റെ പ്രാർത്ഥന, അല്ലാഹുവേ നീ എനിക്ക് വാഗ്ദാനം ചെയ്തത് നിറവേറ്റണേ, നിന്റെ വാഗ്ദാനം എനിക്ക് നൽകണമേ. അല്ലാഹുവേ, ഇസ്ലാമിലെ ഈ സംഘം ഇന്ന് നശിപ്പിക്കപ്പെട്ടാൽ പിന്നീട് ഭൂമിയിൽ നിന്നെ ആരാധിക്കപ്പെടുന്ന ഒരാളും ഉണ്ടാവുകയില്ല. പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭൂമിയിൽ നിലവിലുണ്ടായിരുന്ന അല്ലാഹുവെ ആരാധിക്കുന്ന കൊച്ചു സംഘം പരാജയപ്പെട്ടാൽ അതുണ്ടാകുന്ന അപകടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആലോചിച്ചുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിനെ ആരാധിക്കുന്ന ഒരു സംഘം, ഏത് കാലഘട്ടത്തിലും അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സംഘം ഭൂമിയിൽ ഉണ്ടാകുന്നതാണ്. അവരെ ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കില്ല. അത് ഒരാളാണെങ്കിലും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അവർക്ക് മേലെ വന്നാലും അല്ലാഹുവിനെ ആരാധിക്കുന്ന അനുസരിക്കുന്ന മനുഷ്യനാണെങ്കിൽ അവരെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹു അവരുടെ കൂടെ ഉണ്ടാകുമെന്നതാണ് ഈ ചരിത്രത്തിലൂടെ എല്ലാം നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥനയും തവക്കുലും തഖ്വയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചു തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒട്ടേറെ നല്ല ഗുണങ്ങൾ പഠിപ്പിക്കപ്പെട്ടതും ചീത്തയായ ദുർഗുണങ്ങൾ വിരോധിക്കപ്പെട്ടതുമായ യുദ്ധമായിരുന്നു ബദർ എന്നത്. അതിലൊന്നാണ് ക്ഷമയും തഖ്വയും. ഏത് പ്രയാസത്തിലും ക്ഷമയോടുകൂടി തഖ്വയോടുകൂടി അതിനെ നേരിട്ടാൽ മഹത്തായ വിജയം ലഭിക്കുമെന്ന ബോധ്യമാണ് ബദർ യുദ്ധം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ബലാ ഇൻ തസ്ബിറു വ തഖ്വു വയഅതൂകും മിൻ ഫൗരിഹിം ഹാദാ യുൻദിറുകും റബ്ബുകും ബിഖംസതി ആലാഫിൻ മിനൽ മലായികതി മുസവ്വിമീൻ. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തു. എന്താണ് വാഗ്ദാനം? അത് നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും നിങ്ങളുടെ അടുക്കൽ ശത്രുക്കൾ ഈ നിമിഷത്തിൽ തന്നെ വന്നെത്തുകയുമാണെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവ് പ്രത്യേകം അടയാളമുള്ള 5000 മലക്കുകൾ അവരെ ഇറക്കിക്കൊണ്ട് അവർ മുഖേന നിങ്ങളെ സഹായിക്കുന്നതാണ് എന്ന ആ വാഗ്ദാനം. അതെന്താണ് അതിന് വേണ്ടത്? ഇൻ തസ്ബിറു വ തഖ്വു, സബർ വേണം, തഖ്വ വേണം, സൂക്ഷ്മതയും വേണം. ഇങ്ങനെയുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ സഹായം ഏതൊരാൾക്കും ഉണ്ടാകും. അതാണ് ബദറിൽ അല്ലാഹു അവരെ സഹായിച്ചത്. രണ്ടാമതായി അഹങ്കാരം
അത് നാശത്തിലേക്കായിരിക്കുമെന്നതാണ്. അഹങ്കാരികൾ അല്ലാഹു സഹായിക്കുകയില്ല, അവരെ അല്ലാഹു നശിപ്പിക്കും. ഞങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന അഹങ്കാരം, അഹന്ത. മുസ്ലിം സൈന്യത്തെ നാം വിജയമാക്കും എന്ന അഹങ്കാരത്തിന്റെ വർത്തമാനം അത് പറഞ്ഞുകൊണ്ടായിരുന്നു അബൂ ജഹലും സംഘവും പുറപ്പെട്ടത്. എന്നാൽ ഈ അഹങ്കാരവും പെരുമനടിക്കലും അവരെ നാശത്തിലേക്കും പരാജയത്തിലേക്കുമാണ് എത്തിച്ചത് എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. വലാ തകൂനു കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബതറൻ വരിആഅ അൻ-നാസി വയസുദ്ദൂന അൻ സബീലില്ലാഹ് വല്ലാഹു ബിമാ യഅമലൂന മുഹീത്. ഗർവോടുകൂടിയും അഹങ്കാരത്തോടുകൂടിയും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു നിർത്താൻ വേണ്ടിയും തങ്ങളുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ആളുകളെ പോലെ നിങ്ങൾ ഒരിക്കലും ആയിപ്പോകരുത്. അല്ലാഹു അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ഗർവോടുകൂടി അഹങ്കാരത്തോടുകൂടി നേരിന്റെ സത്യത്തിന്റെ പാതയിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആ ശത്രു സംഘത്തെ പോലെ നിങ്ങളായിത്തീരരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. ഇത്തരം സ്വഭാവമുള്ളവരെ അവരുടെ പര്യവസാനം എന്നും നാശം തന്നെയായിരിക്കുമെന്നാണ് ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ ഒരു സ്വഭാവം, അഹങ്കാരം, അഹന്ത അത് നമുക്ക് വിശ്വാസ നിലക്ക് നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ പിശാചിനെ മുഖ്യ ശത്രുവായി തന്നെ നമ്മൾ കാണണമെന്ന, ഞാൻ നിങ്ങളുടെ സഹായത്തിനുണ്ടാകുമെന്ന് പിശാച് ശത്രുക്കൾക്ക് വാഗ്ദാനം നൽകിയിരുന്നു. അവരെ വിശ്വസിച്ചിരുന്നു. എന്നിട്ടാണ് അവർ യുദ്ധത്തിൽ പുറപ്പെട്ടത്. അങ്ങനെ ആ പിശാച് അവരെ പിന്നീട് വഞ്ചിക്കുകയാണ് ചെയ്തത്. അവനെ മിത്രമായി കണ്ട് പുറപ്പെട്ടതാണ് ശത്രു സൈന്യത്തിന്റെ പരാജയത്തിന്റെ കാരണം. ഒടുവിൽ പിശാച് അവരെ കൈവരികയും ചെയ്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം. വഇദ് ദയ്യന ലഹുമു ശൈത്വാനു അഅമാലഹും വഖാല ലാ ഗാലിബ ലകുമുൽ യൗമ മിനൻ നാസ് وإني جار لكم فلما تراءت الفئتان نقص على عقبيه وقال إني بريء منكم إني أرى ما لا ترون إني أخاف الله والله شديد العقاب. ഇന്ന് ജനങ്ങളിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആരും തന്നെയില്ല എന്നാണ് ശത്രു സൈന്യത്തോട് പിശാച് പറഞ്ഞത്. തീർച്ചയായും ഞാൻ നിങ്ങളുടെ സംരക്ഷകനായിരിക്കും എന്ന് പിശാച് അവരോട് പറയാം. എന്നിട്ട് അത് പറഞ്ഞുകൊണ്ട് പിശാച് അവർക്ക് അവരുടെ ചെയ്തികൾ ഭംഗിയായി കാണിച്ചു. അവർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ അസന്മാർഗങ്ങളും തോന്നിവാസങ്ങളൊക്കെ നല്ലതായവർക്ക് തോന്നിപ്പിച്ചു എന്നതാണ്. അങ്ങനെ ആ രണ്ട് സംഘങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ പിശാച് അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. യുദ്ധം നടന്നപ്പോ അത് പറയാൻ കാരണം എന്താണ്? പിശാച് എന്നിട്ട് പറയാണ്, നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട് എന്നാണ്. മലക്കുകൾ ഇറങ്ങിയത് പിശാച് കാണുക, മലക്കുകളെ യുദ്ധം ചെയ്യുന്നത് പിശാച് കാണുന്നു, ശത്രുക്കൾ തല അരിഞ്ഞെടുക്കുന്നത്, ശിരസിങ്ങനെ കൊഴിഞ്ഞു വീഴുന്നത് പിശാച് കാണുകയാണ്. എന്നിട്ട് പിശാച് പറഞ്ഞു കരുത്, ഇന്നി അഖാഫുല്ലാഹ്, തീർച്ചയായും ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു, വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് പിശാച് ഇന്ന് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ് അവരെ യുദ്ധത്തിലൊക്കെ പ്രേരിപ്പിച്ച് എല്ലാം അവസാനം കൊണ്ടെത്തിയ ശേഷം പിന്നെ ഒഴിഞ്ഞു മാറി. ഇത് യുദ്ധത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ തിന്മയുടെയും വിഷയത്തിൽ അതാണ്. നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുക എന്നത് പിശാചിന്റെ വഴിയാണ്. അതിലേക്ക് എത്തിക്കാതെ എല്ലാം അവൻ ചെയ്തു കൂട്ടും. നമ്മൾ ചെയ്യുന്നതും പറയുന്നതൊക്കെ നല്ലതായി നമുക്ക് തോന്നിപ്പിക്കും. അവസാനം നമ്മൾ അതിൽ ആപതിച്ചിരുന്നു കരുതുമ്പോൾ അവൻ വേണ്ട കരുത്ത് സലാമത്താക്കി അവൻ രക്ഷപ്പെട്ടു പോകും. നമ്മൾ നരകത്തിലാവുകയും ചെയ്യും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പിശാചിനെ
എന്നും എല്ലാ കാലത്തും മുഖ്യ ശത്രുവായി നാം കാണണം. അവനും കൂട്ടാളികളും ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, ഇന്ന ശൈത്താന ലഹു അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബി സഈർ. തീർച്ചയായും പിശാച് നിങ്ങളുടെ ശത്രുവാകുന്നു, അതിനാൽ അവനെ നിങ്ങൾ ശത്രുവായി തന്നെ നിങ്ങൾ കാണണം. അവന്റെ ആളുകൾ, അവന്റെ പക്ഷക്കാർ, അവന്റെ കൂട്ടാളികൾ അത് ക്ഷണിക്കുന്നത് അസ്ഹാബി സഈർ, വേദനയേറിയ നരകത്തിലേക്ക്, ശിക്ഷയുടെ ആ നരകത്തിലേക്കാണ് അവന്റെ കുറ്റങ്ങളുമായി നമ്മെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിന്മകളിൽ ഒഴിവാക്കി ജീവിക്കാൻ നമ്മൾ അങ്ങനെ തഖ്വയോടുകൂടി ജീവിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ഒരു വാക്കുകൊണ്ടെങ്കിലും ദീനിനെ സഹായിക്കാൻ നമുക്കാവണം. വലിയ സൈന്യത്തെ നേരിടാൻ സഹാബികൾ മുഴുവനും കൂടെ നിൽക്കുമോ എന്ന് ഭയപ്പെട്ട് നിൽക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്താണ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമായ വാക്കുകളാണ്. ലാ നഖൂലു കമാ ഖാല ഖൗമു മൂസ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയും, പ്രവാചകൻ സഹാബികളൊക്കെ എന്റെ കൂടെ യുദ്ധത്തിന് വരുമോ എന്ന്, ആ വലിയ സംഘത്തെ കണ്ട് ഇവർ എങ്ങാണ്ട് മാറി നിൽക്കുമോ എന്ന് പേടിച്ചു നിൽക്കുന്ന സമയത്ത് സഹാബികളിൽ നിന്ന് മിഖ്ദാദ് റളിയല്ലാഹു എന്ന് പറയാൻ, ലാ നഖൂലു കമാ ഖാല ഖൗമു മൂസ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക എന്ന് മൂസാ നബിയുടെ സമൂഹം അദ്ദേഹത്തോട് പറഞ്ഞതുപോലെ പ്രവാചകരെ ഞങ്ങൾ അങ്ങയോട് പറയുകയില്ല. ഞങ്ങൾ താങ്കളുടെ മുന്നിലും പിന്നിലും ഇടത്തും വലത്തും അങ്ങയുടെ കൂടെ നിന്ന് ഞങ്ങൾ പോരാടുമെന്ന് പ്രവാചകരോട് പറയുകയാണ്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ അധികം സന്തോഷിക്കുകയും ആത്മവിശ്വാസം പകരുകയും ചെയ്തു എന്നാണ്. പ്രയാസങ്ങൾ നേരിടുമ്പോൾ മറ്റുള്ളവരെ വാക്കുകൊണ്ട് സഹായിക്കാൻ, ആ വാക്കുകൊണ്ട് സഹായിക്കുന്നത് പോലും പുണ്യമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. പ്രയാസത്തിൽ നിൽക്കുന്ന മനുഷ്യരുണ്ടാകും, അവരെ ആശ്വസിപ്പിക്കുക, സമാധാനത്തിന്റെ വാക്കുകൾ പറയുക, അത് പുണ്യമാണ്. അതാണ് ഈ സംഭവത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ സത്യസന്ധമായ വിശ്വാസം കൈവരിക്കണം. യഥാർത്ഥ വിശ്വാസം കൈവരിക്കാതെ ഇസ്ലാമിന് വേണ്ടി എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. സത്യമായ വിശ്വാസം, തൗഹീദ്, കറകളഞ്ഞ തൗഹീദില്ലാതെ ഇസ്ലാമിന് വേണ്ടി എന്ത് തന്നെ ചെയ്താലും അതൊരു പ്രയോജനപ്പെടുകയില്ല എന്ന്. അതാണ് ബദർ നടന്ന സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്ന്, ഞാൻ യുദ്ധത്തിനിറങ്ങി നിങ്ങളെ സഹായിക്കാം എന്ന് പറയുകയാണ്. അയാൾ മുസ്ലിമായിട്ടില്ല, വിശ്വാസിയായിട്ടില്ല, എന്നാലും നിങ്ങളെ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫർജി ഫലൻ അസ്തഈന ബിമുശ്രികിൻ, നീ മടങ്ങിപ്പോവുക, ഞങ്ങൾക്കൊരു ബഹുദൈവ വിശ്വാസിയുടെ സഹായവും ഞങ്ങൾക്ക് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഇസ്ലാം സ്വീകരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇസ്ലാം സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം അത് നിരസിക്കുകയും ചെയ്തു. പ്രവാചകൻ ഈ പറഞ്ഞ വാക്കുകൾ ആവർത്തിച്ച് 3 പ്രാവശ്യം പറഞ്ഞു എന്ന. അങ്ങനെ അവസാനം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു വന്നപ്പോഴാണ് അദ്ദേഹത്തെ യുദ്ധത്തിന് ഇറങ്ങാൻ അനുവാദം നൽകിയത്. വിശ്വാസമില്ലാതെ ഇസ്ലാമിന് വേണ്ടി എത്ര നന്മ ചെയ്താലും അതൊന്നും സ്വീകരിക്കപ്പെടുകയില്ല എന്നത് ഇതിലൂടെ നാം മനസ്സിലാക്കുന്നു. വിശ്വാസം തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് ബദർ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതാണ് ബദറിന്റെ പാഠം. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. അത് ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ് ഓരോ ബദർ വരുമ്പോഴും ചെയ്യുന്നത്.
എന്നാൽ തൗഹീദിന്റെ സംരക്ഷണത്തിന് ഇറങ്ങിയ ബദർ ശുഹദാക്കളോട് തന്നെ അവരുടെ പ്രയാസങ്ങൾ ബോധ്യപ്പെടുത്തുന്നവരായി ഇന്നത്തെ മുസ്ലിം സമൂഹം മാറി എന്നത് ഏറെ ഖേദകരമാണ്. മാലയിലൂടെയും മൗലൂദിലൂടെയും ബദർ ശുഹദാക്കളോട് തേടുകയാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ. ബദർ മൗലൂദിൽ കാണാം യാ മൻ ബിഹി ഹല്ലറദാ വമൻ ബിയമ്മിൻ നഫ്സിദാ കുല്ലാദിയൻ മുസ്തൻജിദാ യാ അഹ്ല ബദർ അശ്ശുഹദാ. എന്താണ് പറഞ്ഞത്? നഷ്ടം സംഭവിച്ചവരെ, ദുഃഖങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരെ, ബദർ ശുഹദാക്കളെ ഞങ്ങളെ രക്ഷിക്കൂ എന്ന് അവരോട് തേടുകയാണ്. എത്ര വിരോധാഭാസമാണ്! ഇതിനെതിരെയാണ് ബദരീങ്ങൾ പോരാടിയത്. എന്നിട്ട് അവരോട് തന്നെ തേടുന്ന വിരോധാഭാസം. മാത്രമല്ല ബദറിൽ ആ ബദരീങ്ങളെ തവസ്സുലാക്കുന്ന ഒരു പദ്യം കാണാം. എല്ലാ ബലാലും ആപത്തും എടങ്ങാറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ തുണയേകണം യാ റബ്ബനാ. ബദരീങ്ങളെ ബറക്കത്തിനാൽ അല്ലാഹുവാണ് ബറക്കത്ത് നൽകുന്നവൻ. അല്ലാഹുവിന്റെ ബറക്കത്ത് മുഖേനയാണ് അവർ രക്ഷപ്പെട്ടതും അവരെ അല്ലാഹു സഹായിച്ചതും. എന്നിട്ട് അതിന് നേരെ ഇതിനെ ഓപ്പോസിറ്റ് പറയുന്ന ആളുകൾ, ബദർ ശുഹദാക്കളുടെ നാമങ്ങൾ വീട്ടിൽ തൂക്കിയിട്ടാൽ ഏത് മുസീബത്തുകളും അവർ കാവലാണെന്ന് എന്ന ഒരു വിശ്വാസം. ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും അപജയത്തിന്റെ കാരണം. ഈ അവസ്ഥ അപകടകരമാണ് എന്ന തിരിച്ചവരുണ്ടാകിയാൽ ഓരോ ബദറും അതിലൂടെ തൗഹീദിന്റെ പരിശ്രമങ്ങളെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹത്തിന് അല്ലാഹുവിന്റെ സഹായങ്ങൾ ലഭിക്കാത്തത്. അല്ലാഹുവിന്റെ സഹായം ലഭിക്കണമെങ്കിൽ ബദരീങ്ങളുടെ പാതയിലൂടെ അല്ലാഹുവിന് മാത്രം സഹായം തേടി അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിച്ച് ആവലാദികളും വേവലാദികളും ബോധ്യപ്പെടുത്തി അങ്ങനെ ജീവിക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ അത് ഏത് പ്രയാസങ്ങളിലും അല്ലാഹു കൂടെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ബദരീങ്ങളുടെ പാത പിൻപറ്റി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഏത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഞങ്ങളുടെ കാൽപാദങ്ങളെ തൗഹീദിൽ നീ അടിയുറപ്പിച്ചു നിൽക്കണം റഹ്മാനേ. മരണവേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കലിമത്തോട് ഉച്ചരിച്ച് വഹിക്കാൻ ഭാഗ്യം ലഭിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, കൂട്ടുകാർ അവരെല്ലാം ഇന്ന് കബറുകളിലാണ്. അവരുടെ വിശാലമാക്കണം റഹ്മാനെ. അവരുടെ പാപങ്ങൾ നീ മായ്ച്ചു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ മഅഫ്റത്തും മർഹമത്തും നൽകണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ വലുതും ചെറുതുമായ പാപങ്ങൾ ഈ റമദാനോടുകൂടി, റമദാൻ അവസാനിക്കുന്നതോടുകൂടി അതിന്റെ എല്ലാ ദിനരാത്രങ്ങളിൽ നിന്നും ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളഞ്ഞ് സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. അല്ലാഹുവേ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുന്ന റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് കഷ്ടത അനുഭവിക്കുന്നവരുടെ രോഗങ്ങൾ സുഖം നൽകുന്ന റഹ്മാനെ. അവരുടെ വേദനകൾക്ക്, പ്രയാസങ്ങൾക്ക് ജീവിതത്തിലെ പാപങ്ങൾ മായ്ച്ചു കൊടുത്ത് പകരം സ്വർഗം നൽകുന്ന റഹ്മാനെ. അല്ലാഹുവേ, പരസ്പരം അകന്നു നിൽക്കുന്ന ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ നീ സഹായിക്കുന്ന റഹ്മാനെ. അല്ലാഹുവേ, കുടുംബങ്ങൾ തെറ്റി നിന്നാൽ, പരസ്പരം അകന്നു നിന്നാൽ നോമ്പും സകാത്തും സ്വലാത്തും അതുപോലെ നമസ്കാരങ്ങളും നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോകുന്ന കർമ്മങ്ങളൊന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. അതുകൊണ്ട് അത്തരം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുടുംബ ബന്ധങ്ങൾ വിളക്കി ചേർക്കുവാനും അറ്റുപോയ ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കുവാനും അല്ലാഹുവേ ഞങ്ങൾ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അകൽച്ചയിൽ നിന്ന് മാറി നിന്ന് കൂടെ അടുത്ത് ജീവിക്കാൻ എല്ലാവരും തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളിലും നീ ഞങ്ങളെ സഹായിക്കണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.